ഒരുപാട് നന്ദി സാറിന് ഇത്ര നന്നായിട്ട് അത്രയും മനോഹരമായിട്ട് ക്ലാസ് എടുക്കുന്നതിന്. കാരണം ഒട്ടും ബോറടിക്കാതെ സാറിന് അത്രയൊരു പാഷനേറ്റായിട്ട് ഇങ്ങനെ അത്രയൊരു പാഷനോടെ പഠിപ്പിക്കുന്നതിന് ഒരുപാട് നന്ദി സാറിന്. എല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുന്നത് പോലെയാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഗ്രൂപ്പിൽ ഇടാമെന്ന് വെച്ചത്, ഞാനൊരു 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനും ഒക്കെ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഒന്നും അറിയത്തില്ല. കാരണം ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 8 വർഷത്തോളം അവിടെയാണ് ജോലി ചെയ്തത്. പിന്നെ നാട്ടിൽ വന്നിട്ട് ജോലിക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എക്സാമിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് സാറിൻ്റെ നമ്പർ തന്നത്. അവൾ സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് അവൾക്ക് ഗവൺമെൻറ്റിൽ ജോലി കിട്ടി. അവളിപ്പോൾ സന്തോഷത്തോടെ ജോലി ചെയ്ത് പോകുന്നു. വീട്ടിനടുത്ത് തന്നെ അവൾക്ക് കിട്ടി. അപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ സാർ എനിക്ക് തന്ന ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. എന്താവും എങ്ങനെയാവും എന്നെനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും തന്നെ എനിക്കറിയില്ല, ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ ഇന്നിരുന്നപ്പോൾ +1 സാറിൻ്റെ ക്ലാസ്സിലിരുന്നപ്പോൾ നേഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ എങ്ങനെയാണോ ആ ബാച്ചിൽ ഞങ്ങളെ പഠിപ്പിച്ചത്, ആ ഫസ്റ്റ് ഇയറാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ ക്ലാസ്സിൽ എങ്ങനെയാണ് പഠിച്ചത്, അതെല്ലാം കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പം അതെല്ലാം ആ ഒരു ടൈമിൽ പഠിച്ചതെല്ലാം പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ സാറിന് ഒരുപാട് നന്ദി. ഇത്ര നന്നായിട്ട് ക്ലാസ് എടുത്ത് തരുന്നതിന് ഒരുപാട് നന്ദി. സാർ തന്നൊരു കോൺഫിഡൻസിനും ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. കാരണം നേഴ്സിംഗ് ഫീൽഡ് വേറെ ഏതെങ്കിലും ഫീൽഡ് പോലെ അല്ലല്ലോ. അതുപോലെ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഞാൻ കുറേ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് 1 മാസത്തോളം ഒന്ന് പഠിച്ചു. പക്ഷേ എനിക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ പുസ്തകം വീണ്ടും എടുത്ത് മടക്കി വെക്കുകയാണ് ചെയ്തത് അതേപടി. പക്ഷെ ഇന്ന് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഇന്ന് അത് മുഴുവൻ ഞാൻ കേട്ടു. ഒരുപാട് നന്ദി സാർ. ഇത്രയും മനോഹരമായിട്ടാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. സാറിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഒരുപാട് നന്ദി.